ഇന്ന് ഞാനാണെങ്കിൽ ഷോർട്സ് കാണുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. നമുക്കെല്ലാവർക്കും അറിവുള്ള സുജിത് ഭക്തൻ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ സുജിത് ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള ശ്വേത ഭക്തൻ, ശ്വേത ചേച്ചിയെ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അതിൽ വന്ന് ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കുന്ന മരുന്ന് പോലെ ഫുഡ് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഫുഡ് പോലെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഫുഡ് കഴിച്ചിട്ടാണ് അത്രയും വണ്ണം വെച്ചതെന്ന്. ചേച്ചിക്ക് ഇച്ചിരി വണ്ണക്കൂടുതലുണ്ട്, അപ്പോൾ ഫുഡ് കഴിച്ചത് കൊണ്ടാണ് വണ്ണം കൂടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കും ഇടയ്ക്ക് വെച്ച് ബോഡി വെയിറ്റ് കൂടി. ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, അധികം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. പുറത്ത് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നുമെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. പക്ഷേ എനിക്ക് ഓവറായിട്ട് വെയിറ്റ് കൂടി. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഡോറയ്ക്ക് അസുഖം വന്ന സമയത്ത് എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മെഡിസിൻസ് അധികമായിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മെഡിസിൻസ് എടുക്കേണ്ടി വന്നതിൻ്റെ കാരണം കൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി വെയിറ്റ് കൂടി നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചിലർക്ക് മെഡിസിൻ കൊണ്ടും, അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. എൻ്റെ അമ്മയ്ക്കും ബോഡി വെയിറ്റ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചാണ് ബോഡി വെയിറ്റ് കുറയ്ക്കുന്നത്. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിലുണ്ട്. വണ്ണം കൂടുന്നത് ഒരു കാരണവശാലും അവർ കഴിക്കുന്ന ഫുഡ് കൊണ്ടല്ല. ചിലർക്ക് ജനറ്റിക്കായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടാവും, അതിൻ്റെ കാരണം കൊണ്ടാവും. ചിലർക്ക് ചില മെഡിസിൻസിൽ നിന്ന് വരുന്ന പ്രോബ്ലം കൊണ്ടാവും. ചിലർക്കാണെങ്കിൽ ഇതുപോലെ തൈറോയ്ഡ് അതുപോലെ തന്നെ സംബന്ധമായിട്ട് വരുന്ന മറ്റു അസുഖങ്ങളും കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വണ്ണം പലർക്കും വരുന്നത്. അപ്പോൾ ഈ വണ്ണക്കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത് സത്യത്തിൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റത്തിൽ തന്നെ, അതായത് എന്തോ ഒരു ഇത് പറയും, ആ ഒരു വകുപ്പിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. വണ്ണക്കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് നമുക്കാണെങ്കിൽ ക്രിമിനൽ കുറ്റമായിട്ടാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ പറയാതിരിക്കുക. കാരണം ഇത്തരത്തിൽ വണ്ണക്കൂടുതലുള്ളവർക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദനയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാവും. വെറുതെ നിന്ന് കണ്ടിട്ട് കുറ്റം പറയുന്നവർക്ക് ഒരിക്കലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈ വണ്ണം കൂടുന്നത് ഒരു കാരണവശാലും അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ടല്ല, അമിതമായിട്ട് മറ്റുള്ള അസുഖങ്ങളും മെഡിസിൻസും എടുക്കുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ആൾക്കാരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക.